Hi friends, welcome to Khadeeja's recipes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. അതിനായിട്ട് ഞാൻ 6 സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം വെച്ച് ചതച്ചിട്ടുണ്ട്. 6 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഏലക്കായ, കറിയാമ്പൂ, പെരിഞ്ജീരകം, കറുകപ്പട്ട ഇട്ടെടുത്ത് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ആ 1 കിലോ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് നല്ലോണം മൂക്കുന്ന വരെയും ഒഴിച്ചെടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് അരി അടുപ്പത്തിട്ട് കൊടുക്കുക. ചെമ്മീൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കുക. പകുതി വേവിൽ പൊരിച്ചെടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കുക. അല്പം പുളി, മസാലയ്ക്ക് ആവശ്യമുള്ള പുളി, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അടുപ്പത്തിട്ടെടുക്കാം. ചോറൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചോറ് ഇറക്കി വെക്കാം. ആവശ്യത്തിന് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകം, വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി സവാള ഇട്ട് കൊടുക്കുക. അതിൽ 6 സവാളയിൽ 2 സവാള ഞാൻ പൊരിച്ച് വരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെയും വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായി ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളകും പൊടി 2 ടീസ്പൂണ്,
മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തക്കാളിയും ക്യാപ്സിക്കം വേവുന്ന വരെ വഴറ്റി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പകുതി ഫ്രൈ ചെയ്താൽ മതി. പകുതി വേവ് മസാലയൊക്കെ കിടന്ന് വേവണം. ഇനി പുളി പിഴിഞ്ഞത് ഒഴിച്ചെടുക്കുക. പുളി പിഴിഞ്ഞിരുന്നിട്ടാണ് ഒഴിച്ചത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുപ്പത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കുക. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒത്തിരി കുറവുണ്ട്. ഉപ്പ് അല്പം ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിനായിട്ട് ചെമ്പടപ്പത്ത് വെച്ച് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ചോറ് അതിൻ്റെ മീതേക്ക് ചോറിട്ട് കൊടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് തെളിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ അവിടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള അവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതേക്ക് ശേഷം മസാല ഇട്ട് കൊടുക്കുക. ചെമ്മീൻ്റെ മസാല. പിന്നെ ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മീതേക്ക് ബാക്കി ചോറിട്ട് കൊടുക്കുക.
വീണ്ടും മഞ്ഞൾ കലക്കിയ വെള്ളം നമുക്ക് പാല് തെളിച്ച് കൊടുക്കുക. സവാളയും കിസ്മിസും വറുത്ത് കോരി ഇതിട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറ് മൊത്തം ഇട്ട് കൊടുക്കുക. ബാക്കി മസാല നമ്മൾ വറുത്ത് കോരി വെച്ച മസാലയും ചെമ്മീൻ്റെ മസാലയും ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നേരിയ ചെറിയ തീയിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഖദീജ റെസിപ്പീസ്.